അസ്സലാമലൈക്കും കൂട്ടുകാരെ. ഇന്ന് ഞാൻ ഒരു 5 വർഷത്തിന് മുമ്പ് ഒരു മദാമയെ പരിചയപ്പെട്ട കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൻ്റെ അടുത്ത ബീച്ച് വേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ 5 വർഷം കൂടി ആ മദാമ പിന്നെയും വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ വെളിയിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ സന്ധ്യയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വെളിയിൽ വന്ന് കൂന്തൽ റോസ്റ്റും പൊറോട്ടയുമാണ് മദാമയ്ക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ വളരെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വലിയ സംസാരപ്രിയയാണ്. അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം സംസാരം. Nice. Some in my area, it's coming a new big Indian restaurant. Yes. And my daughter Neve was out there eating because she had seen it in her telephone. She lives in Oslo, and we was out there eating. And then she drove, and then I ordered a kingfisher meal. And my daughter said to me, "How you know the name?" I've been in Olympia. സംസാരിക്കുമ്പോൾ എന്ത് സന്തോഷവതിയാണെന്നറിയാവുക. ഈ 85-കാരി ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് മനസ്സിലാകുന്നത് വരെ നമുക്ക് സംസാരിപ്പിച്ച് തരും. അപ്പോൾ ഇനി ഇവരെ ഞാൻ പരിചയപ്പെട്ട കഥ പറയാം. അവർ 5 വർഷത്തിന് മുമ്പ് എൻ്റെ കടയിൽ വന്നിരുന്ന്. അപ്പം പോകാൻ നേരത്ത് ഈ വെള്ളിയുടെ മോതിരം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന്. ഒരു കല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ അടന്നുപോയി. എന്നാൽ ഈ മോതിരം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇന്ന് വരെ ഊരിയിട്ടില്ല. അപ്പം പുള്ളിക്കാരി ഡൗട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നീ പറയുന്നതെന്ന്. അപ്പം ഞാൻ പറയും, അതെ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട കാര്യം ഞാൻ പറയുകയാണ്. അപ്പോൾ മനസ്സിലായി, ഓക്കെ. അപ്പോൾ ഈ മോതിരമൊക്കെ തന്നിട്ട് പോയിട്ട് പിന്നെ ഒരു അറിവുമില്ലായിരുന്നു. അപ്പോൾ ഒരു 5-6 ദിവസത്തിന് മുമ്പ് എൻ്റെ കടയുടെ അവിടെ വന്നിട്ട് ചോദിച്ച്, ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പം എൻ്റെ കടയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്ന്. അപ്പോൾ പുള്ളിക്കാരി പിന്നെ ചോദിച്ചത്, ഈ കട വേറെ കടയാണോ എന്ന് ചോദിച്ചു. ഇല്ല, എൻ്റെ കടയിൽ തന്നെയാണ്. എനിക്ക് മനസ്സിലായ ആളെ കണ്ടപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് മെലിഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെയും ഞങ്ങൾ സംസാരിച്ച് വളരെ സന്തോഷം തോന്നി 2 പേർക്കും പരസ്പരം. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞ്, ശരി നമുക്ക് ആഹാരമൊക്കെ കഴിക്കാൻ വെളിയിൽ പോകണം. അങ്ങനെ ഞങ്ങൾ വെളിയിൽ വന്നതാണ്. കൂന്തൽ റോസ്റ്റ് പൊറോട്ട ഒക്കെ കഴിച്ച്. അപ്പം തിന്നുന്നിടക്ക് പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എന്നെ സന്തോഷിപ്പിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ സംസാരവും തമാശയും കളി ചിരിയൊക്കെ ആയിട്ട് ആ ഒരു ദിവസം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്മയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരമ്മയാണ്. അങ്ങനെ ഞങ്ങളിപ്പം ഇനി കഴിക്കാൻ പോവുകയാണ്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബൈ ബൈ പറയുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോകണം. പോയിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ. പിന്നെ ഒരു ഫ്രൂട്ടിയും കഴിച്ച്, അത് തലയിലൊക്കെ വെച്ച് കൊച്ചു കുട്ടികളെ പോലെയാണ് കണ്ട, തണുപ്പെടുത്ത് തലയിലോട്ട് വെക്കുന്നു. അപ്പോൾ അതൊക്കെ കളി തമാശകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൽ പോയി. ബീച്ചിൽ ഒരു തൊപ്പി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ തൊപ്പിയൊക്കെ വാങ്ങിച്ച് കറങ്ങി. എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. ഞാനും മദാമയും കൂടെ ആടി ഉലഞ്ഞൊക്കെ പോകുന്നത് കണ്ടിട്ട് ആളുകളൊക്കെ ചോദിക്കുന്നത് ഇതാരാണെന്ന്. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി യാത്രയായി. പിന്നെ അത് കഴിഞ്ഞ് അവർ താമസിക്കുന്ന റെസ്റ്റോറൻറ്റിൽ ഞാൻ കൊണ്ടുപോയി വിട്ട് ആലപ്പുഴ ഇതൊരു റെസ്റ്റോറൻ്റാണ്, ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ വന്നു. ഞാൻ അവരുടെ റൂമിൽ ചെന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ അവിടെ ഇരുന്നു. ഓക്കെ, ഐസ്ക്രീമൊക്കെ തന്ന് കണ്ട, Ice cream on the bed.
മദാമ്മയ്ക്ക് ഭയങ്കര ശ്വാസം മുട്ടൊക്കെയാണ്. എന്നാലും ഐസ്ക്രീമൊക്കെയാണ് ഈ പ്രായത്തിലും കഴിക്കുന്നത്. ഞാനൊരു സ്വല്പം എടുത്തുള്ളൂ. എനിക്ക് പേടിയാണ് തണുപ്പ് കഴിക്കാൻ. അതുകൊണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.